അസ്സലാമലൈക്കും. എല്ലാവർക്കും അഫൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ വെച്ചുകൊണ്ടുള്ള ഒരു വിഭവമാണ്, മത്തങ്ങ പിടി. ഇതൊരു സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. മത്തങ്ങ ഞാൻ ഇവിടെ ഒരു 400 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് തേങ്ങ ചിരകിയത്. പിന്നെ വേണ്ടത് ശർക്കര. ഇതൊരു 400 ഗ്രാം ശർക്കരയുണ്ട്. ഏലക്ക പൊടിച്ചത്. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വേണ്ടത് അരിപ്പൊടി. ഇതൊരു 1/2 കപ്പ് അരിപ്പൊടി ഉണ്ട്. പിന്നെ ഇത് വറുത്തിടാൻ ആവശ്യത്തിന് കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, ഇത് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നെയ്യ്. ഇനി നമുക്ക് ഈ മത്തങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മത്തങ്ങ ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരെ കേൾക്കണം. അത് കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കി ഇടാം. ഈ മത്തങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായി ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ശർക്കര അവിടെ ഇരുന്ന് ഉരുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പിടി ഉണ്ടാക്കാം. ഇനി നോക്കാം പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു പാത്രം വെച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ഇവിടെ തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി. നമ്മൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പൊടി വാട്ടണത് പോലെ വാട്ടിയെടുക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പല ഷേപ്പിലും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇതിനെയാണ് പിടി എന്ന് പറയുന്നത്. ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ അരിച്ചെടുക്കാം. മത്തങ്ങ വേവിക്കാൻ വെച്ചത് എന്തായാലും നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതിൽ മത്തങ്ങ ഇങ്ങനെ കഷ്ണങ്ങളായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനിയിൽ നിന്ന് കുറച്ച് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നെയ്യ് ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് പിടി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പൊടി വാട്ടിയ അതേ പാത്രത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഇതിലുണ്ടായ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഡിഷിനൊരു കൊഴുപ്പ് കിട്ടും. പിടി ഇതുപോലെ വെള്ളത്തിലിട്ട് വേവിച്ചു കൊടുക്കാം. അല്ലാതെ വേണമെങ്കിൽ ആവി കയറ്റി വേവിച്ച് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതാണ് നമ്മൾ നേരത്തെ ഉരുട്ടിയെടുത്ത പിടി. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ചെറിയ ചെറിയ ഷേപ്പിലാണ് എടുത്തേക്കണത്. ഇതുപോലെ വലുതായിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ വേവിക്കുമ്പോൾ കുറച്ച് ശർക്കരപ്പാനി കൂടി ഒഴിക്കുന്നുണ്ട്. അത് ആ പിടിക്കൊരു മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച് വന്നപ്പോൾ തന്നെ ഇതിൽ കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ആ പൊടി ഉണ്ടായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പിടി വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഇതിൽ വേണം. പിടി ഇവിടെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ ശർക്കരയൊക്കെ ഇട്ട് ഒന്നും കൂടി വറ്റിച്ച് വെച്ചതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 2 കപ്പ്
തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒന്നാം പാൽ രണ്ടാം പാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് തേങ്ങ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളമൊഴിച്ച് ഒരുവിധം കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുത്ത പാലാണ്. പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് മധുരം നോക്കാം. മധുരം പോരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ഇതിലിപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ ഏലക്കാപ്പൊടിക്ക് പകരം ചുക്ക് വറുത്ത് പൊടിച്ചതോ അല്ലെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതോ ഒക്കെ ചേർക്കാവുന്നതാണ്, സാധാരണ പായസത്തിലൊക്കെ ചേർക്കുന്നത് പോലെ. ഇതിപ്പോൾ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് അധികം അങ്ങോട്ട് കുറുകി പോകരുത്, പിന്നെ തണുത്ത് കഴിയുമ്പോൾ അതൊന്നും കൂടി കട്ടിയായി പോകും. ഇതിൽ അരിപ്പൊടിയൊക്കെ ചേർന്നിട്ടുള്ളതാണല്ലോ. ഞാനിതിനി ഓഫാക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഇത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ശർക്കരപ്പാനി. ആ കാപ്പിയിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്കിത് കോരി ഈ പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉണക്കമുന്തിരി വറുത്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നെയ്യോട് കൂടി തന്നെ നമുക്ക് ഈ പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പിടി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്